ഏറ്റവും കൂടുതൽ വേഗതയിൽ സംസാരിക്കുന്ന ഒരു കലാകാരൻ എന്നാണ് എന്നെ മിമിക്രിയിൽ പൊതുവെ പറയുന്നത്. ഈ വേഗത എനിക്ക് ദൈവം തന്നതാണ്. ഞാൻ അറിയാതെ എന്നിലേക്ക് വേഗത കടന്നു വരികയാണ്. എൻ്റെ പല കൂട്ടുകാരുടെയും മൊബൈൽ നമ്പർ ഞാൻ കാണാപ്പാടം പറയുമായിരുന്നു. എനിക്ക് ബുദ്ധി മാത്രം കുറച്ച് കൂടുതൽ തന്നു. പഠിക്കുന്ന സമയത്ത് അത് തന്നുമില്ല. അപ്പം അതുകൊണ്ട് പഠിക്കുന്ന സമയത്താണ് ഈ ബുദ്ധി തന്നിരുന്നെങ്കിൽ ഞാൻ എവിടെ ചെന്നേനെ. ഒരു ടീച്ചർ എന്നോട് ചോദിച്ചു, നിനക്ക് നന്നായിട്ട് പഠിക്കാതിരുന്നില്ലേ, എവിടെ ചെന്നേനെ, നീ ഇപ്പം വളവള കുറേ സംസാരിക്കുന്നു, അന്ന് എത്ര പ്രാവശ്യം കൊണ്ടാണ് നീ ഒരു പദ്യം പഠിക്കുന്നത്, അപ്പോൾ എല്ലാം കൂടി കൂട്ടിയാൽ പോലും നീ ജയിക്കാനുള്ള മാർക്ക് നിനക്ക് കിട്ടുന്നില്ല, അന്ന് നന്നായിട്ട് പഠിച്ചുകൂടായിരുന്ന എന്ന് പറഞ്ഞപ്പോൾ ടീച്ചറോട് ഞാൻ പറഞ്ഞത്, ടീച്ചറെ ഞാൻ പഠിച്ചൊരു അധ്യാപകനോ അല്ലെങ്കിൽ IAS IPS എഞ്ചിനീയറോ ആയെന്ന് വിചാരിക്കുക. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ മരണപ്പെടുകയാണെങ്കിൽ, ഞാൻ നാടിന് നഷ്ടപ്പെടുകയാണെങ്കിൽ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എഴുതും അദ്ദേഹത്തിന് മരണം ഒരു തീരാ നഷ്ടമാണെന്ന്. വെറുതെ എന്തിനാണ് നഷ്ടം ഉണ്ടാക്കുന്നത് എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ പഠിക്കാതിരുന്നത്. പക്ഷേ പഠനം തന്നെയാണ് വലിയ കാര്യം. നിങ്ങളൊക്കെ വലിയ വലിയ ലോകത്താണ്. എനിക്ക് അസൂയ തോന്നുന്നത് രണ്ടുപേരോട് മാത്രമേ ഉള്ളൂ. എനിക്ക് അസൂയ തോന്നുന്നത് നല്ല കലാകാരന്മാരോടും നല്ല വിദ്യാസമ്പന്നന്മാരോടും. ഒന്ന് എനിക്ക് കിട്ടിയതും ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയതും. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്ത് കണ്ടുപിടിക്കുന്നു, നിങ്ങൾ ഇനി എന്താകായിത്തീരുന്നു എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഞാൻ മോഹിച്ചതല്ല ഇങ്ങനൊരു നടനാകുമെന്ന്, അല്ലൊരു മിമിക്രിക്കാരനാകുമെന്ന്, ദൃശ്യമാധ്യമങ്ങളിൽ വരാൻ കഴിയുമെന്ന് ലോകം എന്നെ കൊണ്ട് എത്തിക്കുകയായിരുന്നു. എൻ്റെ മോഹങ്ങളൊക്കെ പലതായിരുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് തന്നില്ല, പക്ഷെ തന്നതൊന്നും മോശമല്ല, നല്ലതൊക്കെ തന്നു. എനിക്ക് തോന്നുന്നു കൊളംബസ് കല്യാണം കഴിക്കാത്തത് കൊണ്ടാണോ അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അമേരിക്ക കണ്ടുപിടിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിടില്ലായിരുന്നു. അപ്പോൾ അതേപോലെ